അങ്ങനെ മരണമാസം എന്ന സിനിമ കണ്ടു. സിനിമ മരണമാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു കോമഡി മൂവി ആയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കോമഡി അല്ല, ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് പറയും, ഒരു സർക്കാസ്റ്റിക് മോഡൽ കോമഡീസ് ആണ് ഫിലിമിലുള്ളത്. സിനിമ മുഴുവൻ ആ ഒരു ട്രീറ്റ്മെന്റിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. സിനിമയിൽ കുറെ ഹൈ മൊമെന്റ്സ് ഉണ്ട്, ലോ മൊമെന്റ്സ് ഉണ്ട്, അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ആയിട്ടാണ് സിനിമയുടെ സ്ക്രീൻ പ്ലേ പോകുന്നത്. അത് തന്നെയാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. കാരണം ചില കോമഡീസ് ഒക്കെ നന്നായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്ത്, ചിലത് പക്ഷെ അത്ര ഏറ്റില്ല എന്ന് തന്നെ പറയാം. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിറ്റിൽ ജോസഫ് ഒരു ന്യൂജൻ വൈബ് ഉള്ളൊരു സ്റ്റാറായിട്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കഞ്ചാവ് വീഡിയോ വലിച്ചിട്ടൊക്കെ ഉള്ള ഒരു കുറെ സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണയാണ്. പുള്ളി ആ കൺവിൻസിങ് സ്റ്റാർ എന്ന ലേബിളിനോട് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നത്. പുള്ളിയുടെ കുറെ വൺ ലൈനേഴ്സും എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ ഷോ സ്റ്റീലർ എന്ന് പറയേണ്ടത് നമ്മുടെ രാജേഷ് മാധവനാണ്. ഒരു സൈക്കോ കില്ലറായിട്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ ആ ബോഡി ലാംഗ്വേജും ആ എക്സ്പ്രഷൻസും ഒക്കെ സൂപ്പർ കറക്റ്റായിട്ട് സെറ്റായി എന്ന് തന്നെ പറയാം. പുള്ളിയുടെ ആ ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ പുള്ളിയെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരണമാസ് ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്.